അഡ്വക്കേറ്റ് പി എം നിയാസ്, അദ്ദേഹം തന്നെ സംബന്ധിച്ച തിരിച്ചടി, നിയമപരമായ തിരിച്ചടി ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഇത് രാഷ്ട്രീയമായ മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനങ്ങളിലൂടെ ആരോപിച്ച ഈ രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിരുന്നു, നിയമസഭയ്ക്കകത്തും പുറത്തും. അതടക്കമുള്ള കാര്യങ്ങളാണ് പരാജയപ്പെട്ടത്. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ഈ കേസിൻ്റെ വിധി വന്ന് ഏതാണ്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടി ഇതേക്കുറിച്ച് മാത്യു കുഴൽനാടൻ ആണ് ശരി എന്ന നിലയിൽ വളരെ ഖണ്ഡിതമായി നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു വിശദീകരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം വലിയ ആളാണ്, വക്കീലാണ്, അതൊക്കെ സ്വന്തമായി ചെയ്തു പോകാൻ അതാണോ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട്? കാരണം മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോയത് കുഴൽനാടനും കോൺഗ്രസ് പാർട്ടിയുമാണ്. അപ്പോൾ ആ വിധിക്കുണ്ടാകുന്ന തിരിച്ചടിയെ തുടർന്ന് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ കഴിയാത്തത് തന്നെ ആ വിധിയുടെ ഗൗരവവും നിങ്ങൾക്കേറ്റ തിരിച്ചടിയുടെയും കൃത്യമായ ഉദാഹരണമല്ലേ? പ്രതിപക്ഷ നേതാവ് ആ നിലയിൽ ഇതിനെ അക്കമിട്ട് നിരത്തി ഈ വിധിക്കപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ സ്ഥാപിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞോ? മാത്യു കുഴൽനാടൻ ഇങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചു. അങ്ങനെ നോക്കിയാൽ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശരിയല്ലേ ശ്രീനിവാസ്? അതായത് മുഖ്യമന്ത്രിക്കെതിരായ മാത്യു കുഴൽനാടൻ്റെ ആരോപണങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് CPIM അന്നു മുതൽ വിശദീകരിക്കുന്നു, സർക്കാർ പറയുന്നു. അതാകെയും കോടതി ശരിവെച്ചിരിക്കുന്നു. മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വിധിയിൽ കോടതി തന്നെയും പറയുന്നു. CPIM നിലപാട് ശരിയായില്ലേ? CPM എന്നാണ് ഇതുപോലെ കോടതിയുടെ ഒരു പ്രാഥമിക വിധി അന്തിമ വിധിയാണെന്ന് അംഗീകരിക്കുന്നത്? കേരള ഹൈക്കോടതി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഗവൺമെൻറ്റിനും മന്ത്രിമാർക്കുമെതിരെ എത്ര വിധികൾ കേരള ഹൈക്കോടതി വന്നിരുന്നു? അന്നൊക്കെ CPMൻ്റെ നിലപാടെന്തായിരുന്നു? കോടതിയിൽ CPMനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ എതിരെ എത്ര വിധികൾ വന്നു? ആ വിധികളൊക്കെ ഹൈക്കോടതിയിലല്ല, താഴെ കോടതിയിൽ വന്നാൽ പോലും നിങ്ങൾ പറയുന്ന നിലപാടെന്താണ്? കോടതിയിൽ മേൽക്കോടതിയിൽ പോകും. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട താങ്കൾ ഉദ്ദേശിച്ച വിധി എത്ര എക്സലോജിക്കലിലെ വിധി, കോടതി വിധി, അതുപോലെ തന്നെ ഈ ഹൈക്കോടതി വിധി വന്നല്ലോ. എത്ര തവണ പരാമർശങ്ങളുണ്ടായി, വിധി വന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം, മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം ഏത്, എതിരായ വിധി ഏത്, ഏത് കോടതി? ഒരു മിനിറ്റ്. കോവിഡ് വന്നപ്പോൾ എക്സലോജിക്കൽ കമ്പനി കൊണ്ടുവന്ന ഒരു 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 സംവിധാനം ഉണ്ടായിരുന്നല്ലോ. ആ സംവിധാനത്തിനെതിരായി ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായി വിധി വന്നല്ലോ. അവസാനം കോടതിക്ക് ഗവൺമെൻറ്റിന് ആ കമ്പനിയുമായുള്ള കരാറ് പൂട്ടേണ്ടി വന്നല്ലോ. അത് സ്വകാര്യ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് വന്നല്ലോ. അതൊരു വിധി. രണ്ടാമത്തത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബ്രൂവറി കേസിൽ വിധി നിങ്ങൾക്കെതിരായി വന്നില്ലേ? അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? അതുപോലെ തന്നെ നിരവധികളായ കേരള ഗവൺമെൻറ്റിനെതിരായുള്ള വിധികൾ ഒന്നൊന്നായി പറയാൻ നിങ്ങൾ അവസരം തന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു കാര്യം എൻ്റെ ലാൽകുമാറിനോട് അദ്ദേഹം ബേസിക്കലി ആയി ഒരു അഭിഭാഷകനാണെന്ന് അങ്ങ് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമാണ്. പക്ഷേ ഒരു താഴെ കോടതിയിലെ വിധി, ആ വിധി അന്തിമമാണ്. അതിൽ മറ്റൊന്നുമില്ല. അതിൽ മറ്റൊരു തരത്തിലുള്ള നീതിയും എല്ലാ തരത്തിലുള്ള നീതിയുടെ നടപടികളും അവസാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ് ഞഞ്ഞാപിഞ്ഞ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളല്ല, അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഭാഷ, അദ്ദേഹത്തിന് തന്നെ അതിരിക്കട്ടെ. അങ്ങനെ ഒരു കോടതിയെക്കുറിച്ച് പറയുന്ന ഭാഷകളെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയാമോ? തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അതെ, കോടതിയിൽ ഒരു മിനിറ്റ് അങ്ങനെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ ഇങ്ങനെ ശരത്തെ ഞാൻ കോടതിയെ കുറിച്ച് എന്താ എപ്പോഴാണ് പറഞ്ഞത്? ചുമ്മാ താങ്കൾ വന്നിരുന്നു ഞാൻ കോടതിയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങേര് കേട്ടോണ്ടിരിക്കുകയാണോ? ഞാൻ അങ്ങനെ ഇരിക്കുകയല്ല. അദ്ദേഹം വിയോജിച്ചു നിയാസ്. അദ്ദേഹം അത് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ലാൽകുമാർ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. ഞാൻ ലാൽകുമാർ തല്ലുകൂടാനില്ല. ലാൽകുമാർ പറഞ്ഞ് അവസാനിച്ചു എന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ തുടങ്ങിക്കോളാം. ലാൽകുമാർ പറഞ്ഞത് കോടതിയിൽ കോൺഗ്രസ് നേതാക്കൾ ഒരു മിനിറ്റ്. ലാൽകുമാർ പറഞ്ഞത് കൃത്യമായി അതാണ്. കോടതിയിൽ അദ്ദേഹം ഞഞ്ഞാപിഞ്ഞ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞത് കോടതിയിലെ ഒരു നടപടിയെക്കുറിച്ചാണ്. ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നില്ല. ലാലിനോട് സംസാരിച്ചോളം പറയും.
ലാലിനോട് സംസാരിച്ചു മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞ് എപ്പോ തീരുന്നു അപ്പൊ ഞാൻ തുടങ്ങിക്കോളാം. അല്ല, വേറെ വിഷയത്തിലേക്കൊന്നും പോകണ്ടല്ലോ. ഇതിൽ അദ്ദേഹം പറഞ്ഞതിലുള്ള വിയോജിപ്പ് താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉള്ള കാര്യം ഞാൻ പറയാം. ഉള്ള ഈ രീതിയിലാണെങ്കിൽ എനിക്ക് സംസാരിക്കണം എനിക്ക് സംസാരിക്കണം ഒരു നിർബന്ധമില്ല. എനിക്ക് സംസാരിക്കണം. താങ്കൾ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നതാണ്. എല്ലാവരും അങ്ങനെ തന്നെ. ലാലായാലും ശ്രീ നിയാസ് ആയാലും ശ്രീ സജീഷ് ആയാലും ഒക്കെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടും ക്ഷണിച്ചതുകൊണ്ടും വന്നവരാണ്. ഇതിലെ പ്രശ്നം നിയാസ് ഇത്രേ ഉള്ളൂ. താങ്കൾ അതിനെ വിശദീകരിച്ചതിൽ അദ്ദേഹത്തിന് വലിയ വിയോജിപ്പുണ്ട്. അദ്ദേഹം കാരണം അദ്ദേഹം അഭിഭാഷകനാണ് താങ്കളെ പോലെ തന്നെ. അതുകൊണ്ട് കോടതി ഞാനൊന്നും അല്ല അദ്ദേഹം പറഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖവിലേക്ക് എടുക്കാം, നമുക്ക് ബാക്കി പൂർത്തിയാക്കും. ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹം പറയുമ്പോൾ ഒന്നും ഞാൻ മിണ്ടാതിരുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങ് 15 മിനിറ്റ് കഴിഞ്ഞാണ് എന്നെ വിളിച്ചത്. കൃത്യം 15 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. 1ാമത്തെ മിനിറ്റിൽ തന്നെ അങ്ങയുടെ പാർട്ടിക്കാരനായതുകൊണ്ട് അങ്ങ് ഇഷ്ടം പോലെ അവസരം കൊടുത്തു. എനിക്ക് വിരോധമില്ല. അങ്ങ് അദ്ദേഹത്തിന് തന്നെ പറയുന്നത് പറഞ്ഞോളൂ. എനിക്ക് വിരോധം. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം പറയാം, ഇത് അന്തിമ വിധിയല്ല. ഇത് ഒരു വിജിലൻസ് കോടതിയിലെ ഒരു സിംഗിൾ ജഡ്ജിയുടെ വിധിയാണ്. അതിന് മുകളിൽ അപ്പീലുണ്ട്. ആ അപ്പീലിന്റെ മുകളിൽ ഇനിയും കോടതികളുണ്ട്. ആ കോടതിയുടെ നരമ്പ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്. എന്റെ ചോദ്യം അതായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ CPM ഈ ഘട്ടത്തിൽ അവകാശപ്പെടാമല്ലോ. CPM ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു കോടതി വിധി മേൽക്കോടതിയുടേത് വരട്ടെ, അന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വരികയാണെങ്കിൽ. അല്ലാത്ത പക്ഷം CPIM ഇന്നത്തെ ദിവസം CPM നിലപാട് ശരിവെക്കുന്നതായി കോടതി വിധി എന്ന് പറയുന്നത് അംഗീകരിക്കേണ്ട അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്കില്ലേ? ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ അന്തരിച്ചു പോയ കേരളത്തിലെ ഉമ്മൻചാണ്ടിക്കെതിരെ കേരളത്തിലെ CPM-ഉം കേരളത്തിലെ മാധ്യമങ്ങളും ചേർന്ന് വളരെ വ്യക്തമായി നിയമ നടപടികളും അന്വേഷണങ്ങളും വന്നു. ഒടുവിൽ അദ്ദേഹത്തിന് എടുത്തിരുന്ന FIR പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ തെറ്റായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധിയുണ്ടായി. അങ്ങനെയെങ്കിൽ ലാൽകുമാർ പറഞ്ഞതുപോലെയാണ് എങ്കിൽ ഒരു വാദി അല്ലെങ്കിൽ ഒരു കേസിലെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്ത ഒരു CBI അന്വേഷണം പോലും അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ ഞഞ്ഞാപിഞ്ഞാണ് എന്ന് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഓർഡർ ഞഞ്ഞാപിഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുമില്ലല്ലോ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അതേപോലെ തന്നെ നിങ്ങൾ മറ്റ് പല മന്ത്രിമാർക്ക് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നിങ്ങൾ FIR അന്വേഷണം നടത്തി, FIR ഇട്ടു, SIT ഇട്ടു. ആ അന്വേഷണമൊക്കെ കടലാസിൽ പൊലിഞ്ഞു പോയി. അതിൻ്റെ അർത്ഥം അവരൊക്കെ അല്ലെങ്കിൽ CPM-ന്റെ നെടുനായകരായ ആളുകളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും ഇവർ കുഴപ്പക്കാരാണ്, ഇവർ ഇത്തന്നെ കുറ്റങ്ങൾ ചെയ്തവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ നിങ്ങളുടെ ഭാഷ ഏറ്റവും വലിയ മോശപ്പെട്ട ആളുകളാണ് എന്ന് പറയാൻ കഴിയുമോ? ഒരു മിനിറ്റ് അങ്ങ് ഒരു നീതി കാണിക്കണ്ടേ? 15 മിനിറ്റ് അങ്ങയുടെ സഹോദരൻ ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അതുണ്ടാവുന്ന പ്രത്യാഘാതം ഇത് തന്നെയാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന് എതിരായി നടത്തുന്ന നടപടികൾ ED ഉപയോഗിച്ച് CBI ഉപയോഗിച്ച് ഇവിടെ ഈ നേരം വരെ ശ്രീ നിയാസ് സംസാരിച്ചത്